ഇന്നലത്തെ കളി കണ്ടില്ലേ? പിന്നെ ഞങ്ങൾ ജയിച്ചില്ലേ കളിയിലെ താലന്റെ ടീം ജയിച്ചു. തല ജയിച്ചു. താലന്റെ ഫാൻസ് ഹാപ്പിയാണ്. ശരി, 16 ഗോളിൽ 30 അടിച്ചാൽ ഞങ്ങൾ ഹാപ്പി. തല തോറ്റിട്ടില്ല, തലന്റെ ഫാൻസ് തോറ്റിട്ടില്ല. 16 ഗോളിൽ 30 അങ്ങനെ അടിച്ച വേറെ ആരുണ്ടാ കളിയില്? 43 അതിനൊന്നും ഒരു പ്രസക്തിയും പെടില്ല. 43 വയസ്സിൽ ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ അതന്നെയാണ് ഏറ്റവും വലിയ വിജയം. ബാക്കി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണില്ല. കൂട്ടൂല. നിങ്ങളിപ്പോ കപ്പിട്ടിയാ ജയിച്ചോണ്ട് അത്രേ ഉള്ളൂ. ലീഗിലെ തുടക്കത്തിൽ ഒരു കളി ചെപ്പോക്കില് വന്നിട്ട് 6511 ദിവസമായിട്ട് ആയാലും നിങ്ങൾ ജയിച്ചിട്ട് റെക്കോർഡ് കിട്ടിയില്ലേ? അതിന്റെ ഇടയിൽ ഇപ്പൊ 2 കൊല്ലം ഞങ്ങൾ കളിച്ചില്ല. ശരി, ബാക്കി കൊല്ലങ്ങളിലൊക്കെ കളിച്ചിക്കണല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ല. ആകെ 2-2 റെക്കോർഡ് വിജയല്ലേ, തകർത്തില്ലേ? അതാണ് 18 വർഷത്തിന്റെ ഞാൻ ഇന്നലെ പറഞ്ഞേ. എന്തേ താല അടിച്ചോടി അതൊക്കെ പോയി. പണ്ടേ മൂപ്പർക്കുള്ള ഒരു കാര്യമാണ്. എവിടെ അവസാനം വന്നുകാണ്ട് ടീം നോറ്റാലും മൂപ്പരെ കയറി. പിന്നെ ഫുൾ വാർത്തകളിലും എല്ലാ ചർച്ചകളും മൂപ്പരുടെ സ്റ്റെമ്പിങ്, മൂപ്പരുടെ സിക്സർ, ഏത് കീപ്പർ പറയാത്തെന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ പ്രായത്തിൽ അങ്ങനെ, ഈ പ്രായത്തിലല്ല ഏത് പ്രായത്തിലും അങ്ങനെ സ്റ്റെമ്പ് ചെയ്യണ ആരല്ലേ? അപ്പൊ നിർത്തി കളി. സ്റ്റെമ്പിങ്ങിന് പഠിച്ചോളി, പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് മൂപ്പർക്ക് ഇത്രയും കാലം കീപ്പറായി ഇങ്ങനെ നിന്നുകൊണ്ട് അത് എക്സ്പീരിയൻസ് കൊണ്ട് സ്റ്റെമ്പ് ചെയ്തു, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇങ്ങനെ വലിയ അടി ഈ 9ാമത്തെ സ്ഥാനത്ത് വന്ന് ഇറങ്ങി അതിലൊന്നും അതൊരു ത്രില്ലില്ല. നേരത്തെ പറഞ്ഞ ഒരു ത്രില്ലില്ല. എന്താ ജയിപ്പിക്കാൻ പറ്റില്ല? ഞാൻ തന്നെ ഒന്നാണ് ജയിപ്പിച്ചൂടെ? ജയിപ്പിക്കാൻ പറ്റായിട്ടൊന്നുമല്ല. എത്ര കളികൾ ഇവിടെ ജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിർത്തി കളി. ആയ കാലത്ത് ഇപ്പോഴും കളിക്കാൻ നിങ്ങൾ പറഞ്ഞ അപ്പൊ അതേപോലെ ഇപ്പോഴും കളിക്കുന്നു. ഇപ്പോഴും അടിക്കുന്നില്ലേ? ഇപ്പൊ ഇതിപ്പോ 6ഉം 4ഉം എന്താണ് ലാസ്റ്റ് ഓവർ 2 സിക്സർ പേടിപ്പിച്ച് നോക്കാം. ഞങ്ങൾ ജയിക്കുന്നത് കണ്ടപ്പോ ഞങ്ങൾ പാണ്ടിന് ആണ് എറിഞ്ഞെടുത്തൊക്കെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ കൊടുത്തല്ലേ? എല്ലാതൊന്നുമില്ല, കിട്ടിയല്ല. നിങ്ങളെന്നെ ഇത് പറയണോ? പിന്നെ അവിടുത്തെ ആരാധകർ ഇങ്ങനെ പ്രതീക്ഷിക്കണേ നിങ്ങളെ തലന്റെ അടി കാണണല്ലോ. അപ്പൊ അവരെ നിരാശപ്പെടുത്താൻ നിങ്ങൾ ജയിച്ചു ഉറപ്പായപ്പോ ഇത് നിങ്ങൾ തന്നെ പറയണം. ഇത് നിങ്ങൾ തന്നെ പറയണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നെറ്റ് റൺ റേറ്റ് മുക്കി തുറപ്പിച്ചാണ്ട് കയറിയ ആൾക്കാര് ഇപ്പൊ ഇപ്രാവശ്യം നെറ്റ് റൺ റേറ്റ് എനിക്ക് വിഷയമല്ല. ഈ അടി നെറ്റ് റൺ റേറ്റ് ഡാമേജ് ആവുമോ? CSK ഡാമേജ് ആയി കിടന്ന നെറ്റ് റൺ റേറ്റിന് ഒരു അല്പം ഗുണം കിട്ടും. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ സംഭാവന ഇതാണ്. കൊടുത്താൽ ബോൾ സ്പീഡിൽ ബാറ്റുമ്പോ കയറും, തല വീശിയാ 6 ആവും വിചാരിച്ചിട്ട് സ്പിന്നറെ കൊടുത്താണ്. സ്പിന്നറെ കൊടുത്തു നോക്കുമ്പോ ഓനൊന്ന് ബൗൺസറിന് പേടിപ്പിച്ചു ആരെ തലനെ. എന്റെ കൊടുത്താൽ 4 ഓവർ എറിഞ്ഞല്ലോ. തലക്ക് എറിഞ്ഞപ്പോ തല 2 4 അടിച്ചല്ലോ. തല മാത്രം ഞങ്ങൾ ഫാസ്റ്റ് ബോളേഴ്സ് നിങ്ങൾ സ്പിൻ പിച്ചൊക്കെ ഒരുക്കി ഇങ്ങനെ നിൽക്കണം. നിങ്ങൾ എങ്ങനെ ബോൾ ചെയ്യണം ഫാസ്റ്റ് ബോളേഴ്സ് ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി. അതന്നെയാണ് ഫ്ലമിംഗ് പറഞ്ഞത്. സ്പിൻ പിച്ചാന്ന് കുറെ ആൾക്കാർ വെറുതെ ഇങ്ങനെ പറഞ്ഞു വരത്തില്ല. ഇവിടെ ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഇന്നലെ കളി എനിക്ക് പറഞ്ഞല്ലോ, ഇവിടെ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. ഇവിടെ സ്പിന്നും ഫാസ്റ്റും ഒക്കെ മാറി മാറി വരും. ഞങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലായിട്ട് ജയിപ്പിച്ചിന്റെ സ്വഭാവം എന്താണെന്നല്ലേ. പിന്നെ വെറുതെ കുറെ ആൾക്കാർ ജയിച്ചുമ്പോ CSK ജയിച്ചുമ്പോ സ്പിന്ന് വെച്ച് അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ബോളിംഗ് ഞങ്ങൾ ഉസാറ് പ്രശ്നമൊന്നുമില്ല. വെള്ളം കുടിപ്പിക്കുക ഇത്രയും കാലം CSKന്റെ കുഴപ്പമില്ലെന്ന് മനസ്സിലായില്ലേ? അല്ല ഈ വർത്താനം കേട്ട ഞങ്ങള് തോറ്റ് നിങ്ങൾ ജയിച്ചു. കപ്പില്ലാത്തവരെ ഞങ്ങൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യും. ഈ സീസണിൽ എന്താ പണ്ടാ തോറ്റില്ല ഞങ്ങളോട്? അത് ഞങ്ങൾ റെക്കോർഡ് ഇട്ടു. ഇത്രയും കാലം കാലം ഉണ്ടല്ലോ, ജയിച്ചില്ലേ? ലീഗിന്റെ തുടക്കത്തിലല്ലേ ഞങ്ങൾ പ്രത്യേക പവറിലാണ് വരുന്നത്. ആ ക്യാച്ച് വിട്ടുകൊണ്ട് പട്ടിദാർ 4 അടി അടിച്ച്. അവിടെ ഫീൽഡർ മോശമല്ലേ? ആ ഊടന്റെ കയ്യിൽ നിന്ന് ചെങ്ങായി വിട്ടു. പിന്നെ ലെക്ക് 2-3 ക്യാച്ച് മുന്നിൽ വീണ് കഴിച്ചിലായി. ഒരു കാര്യം ശരിയാട്ടോ, കിങ്ങിന്റെ ടീമാ ജയിച്ചത്. ഏത് കിങ്ങിന്റെ? പട്ടിദാറാണ് ഇപ്പൊ RCBന്റെ കിങ് എന്ന് എല്ലാരും പറഞ്ഞത്. കാരണം മറ്റേ കിങ് അവിടെ മുട്ടി ഒരു കിരീടവും ഇല്ല. RCBന്റെ കിങ് രജത് പട്ടിദാറാണ്. മൂപ്പര് വന്നോടുകൂടി എന്താ ഒരു സാറ്. അതുവരെ വെറുതെ അവിടെ ജയിച്ചാലും പറ്റണില്ല. അപ്പൊ പട്ടിദാറാണ് കിങ് നിങ്ങൾ സമ്മതിച്ചാൽ ഓക്കെ. RCBന്റെ കിങ് പട്ടിദാറാണ്. അല്ലാതെ നിങ്ങളെ കൊണ്ട് കിരീടം മൂപ്പര് കൊടുത്തു. കിരീടമില്ലാത്ത കിങ് വേറെ ഉണ്ടല്ലോ. മൂപ്പര് കണ്ടില്ല അവിടെ ഇങ്ങനെ ആങ്കർ റോളിൽ ഇങ്ങനെ കളിച്ചു. ആങ്കർ റോളാ, ബോൾ തൊടാൻ കിട്ടിയിട്ടില്ല. ആങ്കർ റോളിൽ വിക്കറ്റ് പോകാതെ ബാക്കിയുള്ള ആ ഏറിന് 2 അടി അടിച്ചു. സാൾട്ടിന്റെ അടി പെരും തല്ല്. പിന്നെ പട്ടിദാറിന്റെ
എന്തൊരു തല. പിന്നെ ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞു മുംബൈ നിന്ന് ഒഴിവാക്കി വിട്ട ആള് ആണല്ലോ ടീം ഡേവിഡിന്റെ നിങ്ങൾക്ക് തല ചെയ്യാനും പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ ഇടപെടും. അങ്ങനെ തല പറഞ്ഞു കൊടുത്താൽ തല ഫുള്ള് ഇടപെടുന്നു. പിൻസീറ്റ് ഡ്രൈവിംഗ് തല ഫ്രീ ആയിട്ട് വിട്ടതാണ് കഥ. താലന്റെ തന്ത്രങ്ങൾ ഒരിക്കലും തല കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ആരും ഇന്നലെ തോറ്റപ്പോ ഒന്നും നിൽക്കായിരുന്നു. പിന്നെ തലന്റെ കുഴപ്പമില്ല, ബാക്കിയുള്ളവർ പക്ഷെ തല ശ്രമിച്ചല്ലോ. പ്രധാന കളി ഈ ബൈക്കോ എല്ലാരും തള്ളിവിട്ട് ലാസ്റ്റ് ഒരു ഇവിടെ താല എന്ന് പറഞ്ഞപ്പോ റിട്ടയർഡ് ആയ ഒരു ക്രിക്കറ്ററാണ്. ബാക്കി ഇന്ത്യൻ ടീമൊക്കെ എന്തെങ്കിലും സാധ്യത ഉള്ളവർ കളിച്ച് കയറട്ടെ എന്ന് വിചാരിച്ച് അവസരം കൊടുത്തു. ടീം ജയിക്കേണ്ട ഘട്ടത്തിൽ പരത്തിലേക്ക് പണ്ട് നമ്മള് കൊറേ കണ്ടല്ലത്. പണ്ടത്തെ കാര്യം പറഞ്ഞു. ഇന്നലെ ഒരു റീല് കണ്ടത്. ഇന്നലെ ഒരു റീല് കണ്ടു. ഹിന്ദിയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അതില് ഒരു ചെങ്ങായി 2008 കോമയിലായതാണ്. IPL ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് എന്തോ പറ്റി കോമയിലായി. അയാൾ ഇപ്പം ഇങ്ങോട്ട് കോമയിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പൊ അടുത്ത് നിൽക്കുന്ന ആളോട് അപ്പൊ RCBന്റെ കളി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് കണ്ടിട്ട് ഇങ്ങനെ കണ്ണ് നീച്ചിട്ട് അവൻ ചോദിച്ചു, RCBന്റെ കളിയാണല്ലേ, കത്രീന കൈഫും വിജയ് മല്യൊക്കെ എവിടെയാണ്? വിജയ് മല്യ ഇവിടുന്ന് പറ്റിച്ച് മുങ്ങിയാണ്. കത്രീന കൈഫ് പണ്ടെന്നും അംബാസഡർ ആയിരുന്നു. ആ സാധു അന്നത്തെ ഓർമ്മ 2008 ഓർമ്മയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു അതൊക്കെ മാറി, കാര്യങ്ങളൊക്കെ മാറി അറിഞ്ഞ അടുത്തുള്ള ആള്. അപ്പൊ പറഞ്ഞു സച്ചിൻ 100 സെഞ്ചുറിയൊക്കെ തേച്ചോന്ന് വെച്ചു. അതൊക്കെ തേച്ചു, സച്ചിനൊക്കെ റിട്ടയർഡ് ആയി പോയിട്ട് കാലം എത്രയായി. അപ്പൊ അടുത്ത ചോദ്യം എന്താ അറിയോ, കോഹ്ലി എന്ന് പറഞ്ഞൊരു പയ്യൻ വളർന്നു വരുന്നുണ്ടായിരുന്നല്ലോ, മൂപ്പര് ഇന്ത്യന്റെ ക്യാപ്റ്റൻ ആവുന്നൊക്കെ പറഞ്ഞിരുന്നു, അത് സംഭവിച്ചോന്ന് ചോദിച്ചു. കോഹ്ലി ക്യാപ്റ്റൻ ആയോന്നോ? കോഹ്ലി മഹാസംഭവമായി വളർന്നു, ഇപ്പൊ കിങ് കോഹ്ലി എന്നൊക്കെയാണ് വിളിച്ചത്. ഒന്നും ഈ വിചാരിക്കണ പോലല്ല, ഫുള്ള് മാറി, എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് ക്രിക്കറ്റിൽ. അനക്കിഞ്ഞത് കണക്റ്റ് ആവാൻ ഒരു ബുദ്ധിമുട്ടാവും. അപ്പൊ ഈ മനുഷ്യൻ കോമയിൽ നിന്ന് വെച്ച മനുഷ്യൻ ഒരു സന്തോഷത്തോടെ ചോദിക്കുകയാണ് RCBക്ക് ഇപ്പൊ എത്ര IPL കപ്പ് ഉണ്ട്. അപ്പൊ മറ്റുള്ള പറയാ ഒക്കെ മാറിയിരിക്കണെങ്കിലും അതും മാത്രം മാറിയിട്ടില്ല.